വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. പഴംപൊരി. ആവശ്യമായ സാധനങ്ങൾ: ഞാനൊരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ അതിനെ ഇങ്ങനെ 3 ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ചെറുതാക്കാതെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു വലിയ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ അരിപ്പൊടി വേണം. അരിപ്പൊടി ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ് വളരെ കുറച്ച് മതി, ഒരു നുള്ള് ചേർക്കാനായിട്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-3 ഏലക്ക പൊടിച്ചത്, വെളിച്ചെണ്ണ നമുക്ക് വറുത്തെടുക്കാനായിട്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൈദ ഇടാം. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. പഞ്ചസാര ചേർക്കാം. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് വളരെ ചെറിയ അളവ് മതി, ഒരു 2 വലിയ നുള്ള്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ട കെട്ടാതെ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അധികം വെള്ളം കൂടി പോകാതെ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മുഴുവൻ കഷ്ണങ്ങളും ഈ ബാറ്ററിലേക്ക് ഇട്ടു. ഇനി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് ബാറ്റർ കവർ ചെയ്യണം. ഇതുപോലെ ഓരോ കഷ്ണങ്ങളും ഫുള്ളായിട്ട് ബാറ്റർ കൊണ്ട് കവർ ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രൈയിങ് പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓയിലിൻ്റെ ചൂട് പാകമാണോ എന്നറിയാനായിട്ട് ഇതിലോട്ട് ഒരു തുള്ളി മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊള്ളി കൊമളച്ച് വരികയാണെങ്കിൽ ഇതിൻ്റെ ചൂട് പാകമാണ്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു വശം മൊരിഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഴംപൊരി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ പഴംപൊരി സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഈവനിങ് സ്നാക്സ് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക് യു.